ഭവനരഹിതരായിട്ടുള്ള 5 ലക്ഷത്തോളം പേർക്ക് പിണറായി സർക്കാരിന് വീട് കൊടുക്കാൻ കഴിയുമെങ്കിൽ മുനമ്പത്തെ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ അവരെ അവിടെ നിലനിർത്താനുള്ള കെൽപ്പ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുണ്ട്. പിണറായി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അടിവരയിട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ ഒരു കാര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എൻ്റെ സ്നേഹിതന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആട്ടിൻ തോലിട്ട ചില ചെന്നായികളുണ്ട്. ആ ചെന്നായികളെ തിരിച്ചറിയണം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വിശ്വസിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയാണോ കേരളത്തിലെ മുഖ്യധാര പാർട്ടികളെയാണോ അതെയോ ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെയും RSSൻ്റെയും ആഭിമുഖ്യത്തിലുള്ള കേന്ദ്ര സർക്കാരിനെയാണോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കണം. യഥാർത്ഥത്തിൽ ഇന്നലത്തെ ലോകസഭയിലെ ആ വോട്ടെടുപ്പും ഇന്ന് രാജ്യസഭയിൽ രാജ്യം കാണാൻ പോകുന്ന വോട്ടെടുപ്പും കൂടി പുറത്തു വരുമ്പോൾ ഫലത്തിൽ സാങ്കേതികമായി സർക്കാർ ഈ ബില്ലിന് മേൽ വിജയം കൊയ്തെങ്കിൽ പോലും ധാർമ്മികമായി വലിയൊരു പരാജയമാണ് ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാവും, രാജ്യത്തിന് മനസ്സിലാവും. ഇത് കേവലം ഒരു മുസ്ലിം വിഷയം മാത്രമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചിരുന്നത്. ഇത് കേവലം മുസ്ലിം വിഷയമല്ല, ഇത് ഇന്ത്യയുടെ ആത്മാവാണ്. രാജ്യസഭയിൽ ഈ ബില്ല് വരുമ്പോൾ